ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിലെ പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുന്ന പ്രാർത്ഥനകൾ. അപ്പം നമുക്ക് പ്രാർത്ഥനകളുണ്ട്, പ്രവർത്തികളുണ്ട്. പ്രവർത്തികൾ സൃഷ്ടി പറഞ്ഞിരുന്നു: ദാനധർമ്മം, കാരുണ്യ പ്രവർത്തികൾ, രോഗി സേവനം, ഉപവാസം, പരിത്യാഗ പ്രവർത്തികൾ. അങ്ങനെ ഇത് നമ്മൾ കാണുന്നത് ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുന്ന 4 തരം പ്രാർത്ഥനകൾ. ഒന്ന്, വിശുദ്ധ ജർത്രൂദിൻ്റെ പ്രാർത്ഥന. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ ജർത്രൂദിൻ്റെ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോട് ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും എന്നിലെയും പാപങ്ങൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഫാത്തിമയിലെ സുഹൃത ജപം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, പക്ഷേ ഇതൊക്കെ ചൊല്ലുമ്പോൾ ഭാഗിക ദണ്ഡമാണ്. ഇപ്പോൾ സിസിൻ്റെ ധ്യാന കേന്ദ്രം തൊഴുപാട ധ്യാന കേന്ദ്രം. അപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ഹാളിൽ നിന്ന് ടോക്കുകൾ കഴിയുമ്പോൾ ഊട്ടുമുറിയിലേക്ക് പോണ വരെ ഓ എൻ്റെ ഈശോ എന്ന് ചെല്ലാൻ പറയും. പക്ഷേ അത് ഭാഗിക ദണ്ഡവിമോചനമാണെന്ന് സിസ്റ്റം ഒരിക്കലും ഓർത്തിരുന്നില്ല. ഇതിനെപ്പറ്റി പഠിച്ചു വന്നപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഫാത്തിമയിലെ സുഹൃദേവം ഏറ്റുചൊല്ലാം. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമ്മൾ രക്ഷിക്കാനുള്ള പ്രാർത്ഥനയാണ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ജപം. ഇതൊക്കെ നമുക്ക് ദണ്ഡവിമോചനം ഭാഗികമായി കിട്ടുമെന്ന് നമുക്കറിയില്ല. അതുപോലെ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കളും രക്ഷപ്പെടും. ശുദ്ധീകരണസ്ഥലം കൂടാതെ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മളിപ്പോൾ പരിശ്രമിക്കുന്നത്. മരിച്ച വിശ്വാസികളുടെ നമുക്ക് ഏറ്റുചൊല്ലാം. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹായുടെ വിലതീരാത്ത തിരുരക്തത്തെ പ്രതി അവരോട് കരുണ കാണിക്കണമേ. ഇതൊരു ജപമാണ്. പിന്നെ നമ്മൾ ചെല്ലുന്ന കരുണയുടെ ജപമാല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? സമയമെടുത്ത് ചെല്ലണം. ഇതും ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ രക്ഷിക്കുന്ന പ്രാർത്ഥനകളാണ്, ഭാഗിക ദണ്ഡവിമോചനമാണ്. എല്ലാവരും ഇത് നോട്ട് ബുക്കിൽ എഴുതുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനത്തെ അറിവുകൾ കുറവാണ്, അതുകൊണ്ട് ഷെയർ ചെയ്യണം. ആമീൻ.